യൂട്യൂബിൽ നിന്ന് വരുമാനം നേടുന്ന എല്ലാ ക്രിയേറ്റർമാരും ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. യൂട്യൂബ് അവരുടെ മോണിറ്റൈസേഷൻ പോളിസിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. 2025 ജൂലൈ 15 മുതൽ ഈ പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും. യൂട്യൂബിന്റെ പ്രധാന ലക്ഷ്യം നിലവാരം കുറഞ്ഞതും ഒരുപോലെയുള്ളതും വലിയ അധ്വാനമില്ലാതെ കൂട്ടമായി നിർമ്മിക്കുന്നതുമായ വീഡിയോകൾക്ക് പണം നൽകുന്നത് നിർത്തുക എന്നതാണ്. സ്വന്തമായി നല്ല കണ്ടന്റ് ഉണ്ടാക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാനാണ് ഈ മാറ്റം. അപ്പോൾ എന്തൊക്കെ തരം വീഡിയോകൾക്കാണ് ഇനി പണം കിട്ടാതെ വരിക? യൂട്യൂബ് പ്രധാനമായും 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നിങ്ങൾ മറ്റൊരാളുടെ വീഡിയോയോ ചിത്രങ്ങളോ ഓഡിയോയോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തി നിങ്ങളുടേതായ ഒരു ശൈലി കൊണ്ടുവരണം. വെറുതെ കോപ്പി ചെയ്ത് ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തിയാൽ ഇനി മോണിറ്റൈസേഷൻ ലഭിക്കില്ല. 2, ഒരേപോലെയുള്ള വീഡിയോകൾ തുടർച്ചയായി ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീഡിയോയ്ക്ക് ആളുകളെ രസിപ്പിക്കുകയോ അവർക്ക് അറിവ് നൽകുകയോ എന്നൊരു ലക്ഷ്യം വേണം. വെറുതെ വ്യൂസ് കൂട്ടാൻ വേണ്ടി മാത്രം ഒരേ പാറ്റേണിൽ വീഡിയോകൾ ഉണ്ടാക്കിയാൽ അത് പുതിയ നിയമത്തിനെതിരാകും. ഈ നിയമം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ളത് ചില പ്രത്യേകതരം വീഡിയോകളെയാണ്. ഉദാഹരണത്തിന്, ഒരേ ടെംപ്ലേറ്റിൽ നിർമ്മിക്കുന്ന വീഡിയോകൾ, AI വോയിസ് ഉപയോഗിച്ച് മാത്രം ഉണ്ടാക്കുന്ന വീഡിയോകൾ, മറ്റുള്ളവരുടെ കണ്ടന്റ് ചെറിയ എഡിറ്റിംഗ് മാത്രം നടത്തി വീണ്ടും ഉപയോഗിക്കുന്നത്. ഇത്തരം കണ്ടന്റുകൾക്ക് മോണിറ്റൈസേഷൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പുതിയ നിയമങ്ങൾ ലംഘിച്ചാൽ എന്ത് ശിക്ഷയാണ് ലഭിക്കുക എന്ന് യൂട്യൂബ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ചാനലിന് സ്ട്രൈക്ക് കിട്ടുമോ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുമോ എന്നതിനെ കുറിച്ചൊന്നും ഇപ്പോൾ വിവരമില്ല. അതുപോലെ മോണിറ്റൈസേഷന് വേണ്ട അടിസ്ഥാന യോഗ്യതകൾക്ക് ഒരു മാറ്റവുമില്ല. 1000 സബ്സ്ക്രൈബേഴ്സും 4000 മണിക്കൂർ വാച്ച് ടൈമും അല്ലെങ്കിൽ 10 ബില്യൺ ഷോർട്ട് വ്യൂസും വേണമെന്ന നിബന്ധന പഴയതുപോലെ തന്നെ തുടരുന്നു. ചുരുക്കി പറഞ്ഞാൽ യൂട്യൂബ് ഇനി ഒറിജിനൽ കണ്ടന്റിന് കൂടുതൽ പ്രാധാന്യം നൽകാൻ പോവുകയാണ്. സ്വന്തമായി അധ്വാനിച്ച് നല്ല വീഡിയോകൾ ചെയ്യുന്നവർക്ക് ഇതൊരു നല്ല വാർത്തയാണ്. എന്നാൽ എളുപ്പവഴിയിൽ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇതൊരു മുന്നറിയിപ്പാണ്. അതുകൊണ്ട് 2025 ജൂലൈ 15 മുൻപ് തന്നെ നിങ്ങളുടെ ചാനലിലെ കണ്ടന്റ് ഈ നിയമങ്ങൾക്കനുസരിച്ചാണോ എന്ന് ഉറപ്പുവരുത്തുക. ഈ വാർത്ത നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മണി ന്യൂസ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.